നമുക്ക് ആദ്യം ഒരു ചെറിയ ടെസ്റ്റ് നടത്തി നോക്കാം. ഒരു ദമ്പതികൾക്ക് അവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നെങ്കിൽ ആദ്യം ആരെയാണ് പരിശോധിക്കേണ്ടത്? ഓപ്ഷൻസ് തരാം. 1 ഭാര്യ, 2 ഭർത്താവ്, 3 രണ്ടുപേരെയും ഒരുമിച്ച്. ഇതിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഉത്തരം സി ആണെങ്കിൽ, അതായത് മൂന്നാമത്തതാണെങ്കിൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്കുണ്ട്. കാര്യം, അന്ധ്യത എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല, ഒരു ദമ്പതി, ഒരു കപ്പിളിന്റെ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ഒരു കപ്പിളിന്, ഒരു ദമ്പതികൾക്ക് കുട്ടികളാകാൻ കുറച്ച് വൈകുന്നെങ്കിൽ, ഒരു 6 മാസം കഴിയുമ്പോഴാണെങ്കിൽ കൂടിയും സമൂഹത്തിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് സ്ത്രീയാണ്. വിശേഷമായില്ലേ, കുട്ടികളായില്ലേ തുടങ്ങിയ പല ചോദ്യങ്ങളും പല ഫാമിലി ഫംഗ്ഷൻസിന് പോയാലും അഥവാ അല്ലാതെ പുറത്തു വെച്ച് കണ്ടാൽ പോലും ചോദിക്കുന്നതും അത് നേരിടേണ്ടി വരുന്നതും മിക്കപ്പോഴും സ്ത്രീകളാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, ഒരു വന്ധ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നം ഒരിക്കലും ഒരു സ്ത്രീയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ആദ്യം തന്നെ വന്ധ്യത എന്താണെന്നാണ് നമ്മൾ ആദ്യം സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്. വന്ധ്യത എന്ന് പറയുന്നത് ഒരു വർഷമായിട്ടും ഒരുമിച്ച് നിന്നിട്ടും അവർക്ക് കുട്ടികളാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്നത്. ഇതിൽ തന്നെ സ്ത്രീയുടെയും പുരുഷന്റെയും രണ്ടുപേരുടെയും ഒരുമിച്ചും ഉള്ള പ്രശ്നങ്ങളാകാനും സാധ്യതകളുണ്ട്. നമുക്കാദ്യം സ്ത്രീയുടെ മാത്രമായി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അണ്ടത്തിന്റെ എടുക്കാം. അണ്ടത്തിൻ്റെതാണെങ്കിൽ അണ്ടത്തിന്റെ റിസർവ് കുറയുന്നത്, അല്ലെങ്കിൽ ഓവുലേഷന്റെ പ്രശ്നങ്ങൾ, PCOD പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നമുക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. അല്ലെങ്കിൽ ട്യൂബിന് എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ, ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന മറ്റു പല പ്രശ്നങ്ങളും, ഇതെല്ലാം ഒരു ഫീമെയിൽ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ല, ഇനി മെയിൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ സ്പേമിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചലനശേഷി, അതായത് മോട്ടിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ കൗണ്ട്, എണ്ണം, ഇതെല്ലാം നമുക്ക് മെയിൽ ഫാക്ടേഴ്സ് ആയിട്ടും കൂട്ടാം. ഇതൊന്നുമല്ലാതെ ഒരു കപ്പിളിനെ സംബന്ധിച്ച് അവരുടെ ഏജ്, അല്ലെങ്കിൽ അവർ നേരിടുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഷുഗർ, തൈറോയിഡ്, ബാക്കിയുള്ള ഹോർമോണൽ വാല്യൂസ്, ഇതെല്ലാം വന്ധ്യതയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ്. ഇതൊന്നുമല്ലാതെ തന്നെ ഒരു 10 തൊട്ട് 30% വരെയുള്ള ആൾക്കാർക്ക് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന കാറ്റഗറിയിലും പെടാം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീയെ മാത്രം വന്ധ്യതയുടെ കാരണക്കാരാക്കി മാറ്റരുത്. നമ്മൾ ഒരു വന്ധ്യത നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ, തീർച്ചയായും രണ്ടുപേരും ഒരുമിച്ച് പരിശോധനകൾ നടത്തി അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് സ്വീകരിക്കേണ്ടതാണ്.